റഹനത്ത് പാടാറുണ്ടോ? അതിനകത്ത് ഒറ്റ പ്രാവശ്യം പാടിയിട്ടുള്ളൂ. അന്നത് പറയുമ്പോൾ എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു രംഗാണെങ്കിൽ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ചിരിക്കപ്പുറം അത് മാഞ്ഞു വരുന്നത് വല്ലാത്തൊരു സങ്കടം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അന്തരിച്ചു പോയ കലാഭവൻ നവാസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എന്തുമാത്രം അയാൾ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു, അവരുടെ സ്നേഹം എന്തുമാത്രം സത്യസന്ധമായിരുന്നു എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ ബോധ്യപ്പെടും. ഇത്രയും സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ആയുസ് ഉണ്ടാവില്ല എന്ന് പലരും പറയാറുണ്ട്. നന്നായിട്ട് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിൽ ആർക്കൊക്കെയോ അസൂയയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ കണ്ണുകടിയൊക്കെ സംഭവിക്കാന്നൊക്കെ പഴമക്കാർ പറയുന്നുണ്ട്. അള്ളാഹു അലം എനിക്കറിയില്ല. പക്ഷേ ഇവർ തമ്മിൽ വല്ലാത്തൊരു ബോണ്ടായിരുന്നു, വല്ലാത്തൊരു സ്നേഹമായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത. പാടാറുണ്ടോ? അതിനകത്ത് ഒറ്റ പ്രാവശ്യം പാടിയിട്ടുള്ളൂ. പിന്നെ പാടിയിട്ടില്ല. ഒരു പ്രാവശ്യം പാടി. കല്യാണം കഴിഞ്ഞ് പാട്ട് പാടും ഡാൻസ് എന്നൊക്കെ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞപ്പോ ഞാൻ ഒരു പാട്ട് പാടും, പക്ഷെ ഭയങ്കര ടഫ് സോങ് ആണ്. അതായത് നവാസ് നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ പാട്ട് പാടുന്നതാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇപ്പോൾ കാർത്തിക് സൂര്യയാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്നൊരു മറുപടിയാണ് എനിക്ക് ഭയങ്കര തമ്മിലുള്ള സ്നേഹത്തിനൊരു ആഴാണ് ഈ ഒരു മറുപടിയിൽ വ്യക്തമാവുന്നത്. പിന്നെ നവാസ്ക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പാടാന്ന് പറഞ്ഞു. പാട്ട് എന്നറിയോ? മണ്ണിൽ നിന്റെ കാതലല്ലേ എന്താ പ്രശ്നം? തുടങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞു അത് നീ പാടിക്കോ, അനുപല്ലി പാടിക്കോ. അല്ല നമസ്കാരം പാടിക്കോ, അത് എൻഡിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പാടുന്നില്ല. അപ്പൊ അവള് ഇത് ഒരു ശതമാനം ഞാൻ കൂട്ടി പറയുന്നല്ലേ, നടന്ന കാര്യം. എന്നിട്ട് വീണ്ടും ഞാൻ മണ്ണിൽ അപ്പൊ അവള് മഴവിൽ മനോരമയിൽ വന്നൊരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ അന്നത് പറയുമ്പോൾ എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു രംഗാണെങ്കിൽ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ചിരിക്കപ്പുറം അത് മാഞ്ഞു വരുന്നത് വല്ലാത്തൊരു സങ്കടത്തിലാണ്. തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇത്രയും സ്നേഹത്തോടെ ഇവർ പറയണമെന്നുണ്ടെങ്കിൽ അവരവരുടെ സ്വകാര്യ ലൈഫിൽ എത്ര സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. ഇത്രയും സന്തോഷമുള്ള ഈ ദമ്പതികളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ വല്ലാതെ കരിവാരി തേക്കുന്ന അനൂപ് എന്ന പേരുള്ള ഒരാളിട്ടൊരു പോസ്റ്റർ എനിക്കത് കണ്ടപ്പോൾ ഷോക്കായി. മരണസമയത്ത് ഉണ്ടായിരുന്ന വീഡിയോയിൽ ഈ കലാഭവൻ നവാസ് ഒരു സിനിമ മിമിക്രി മേഖലകളിലൊക്കെ ഒരു കലാരംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ മരണപ്പെട്ട സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കാണാൻ ആ മേഖലയിലുള്ള അദ്ദേഹത്തുമായിട്ട് ബന്ധമുള്ള ആളുകൾ വരും. അതിൽ സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, പല ജാതി മതക്കാരുണ്ടാവും. അപ്പോൾ സ്ത്രീകൾ അവിടെ ആലുവയിൽ ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടി വന്ന വാർത്തകൾക്ക് താഴെ വളരെ പ്രകോപനകരമായിട്ട് ഒരു പക്ഷേ ഒരു മരണസമയത്ത് പറയാൻ പറ്റാത്ത ഔചിത്യബോധ്യമില്ലായ്മയാവും ആളുകൾ ഇങ്ങനെ പല ജാതി ആളുകളുണ്ടാവും. അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ പല കമൻറ്റും ഉണ്ടാവും. ആ കമൻറ്റുകളൊക്കെ എടുത്തിട്ട് ഒരു പോസ്റ്ററാക്കി ഇറക്കിയിട്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കുക എത്രത്തോളം എന്നറിയോ? അള്ളാഹുവിനെ അനുസരിക്കാത്തവനാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി, കാരണം അത്രയും വിശ്വാസമായിട്ട് പോകുന്ന ഒരു കുടുംബമാണ് ഇവർ. ഈ ഒരു നവാസ് മരണപ്പെട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീഡിയോയിൽ ആ ഇരിക്കുന്ന ആ രഹന എന്ന് പേരുള്ള നവാസിൻ്റെ ഭാര്യനെ കണ്ടിട്ടുണ്ടോ? ഒരു സിനിമാ താരം മരണപ്പെട്ടു പോയാൽ ആ സിനിമാ താരത്തിനെ ആശ്വസിപ്പിക്കാനും മറ്റുമായിട്ട് ഒരുപാട് ആളുകൾ, ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ വീട്ടിൽ ചെല്ലാറുണ്ട്. ഇവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു സംസാരിക്കാനോ അവരുമായിട്ടൊരു ഫോട്ടോ പങ്കുവെക്കാനോ ഒരാളുടെ ഫോട്ടോസ് പോലും അത്രയും സ്വകാര്യത സൂക്ഷിക്കുന്ന ആളുകളാണ് അവർ. ഒരു ഇരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല, 40 ദിവസമൊക്കെയാണ് ഇരിക്കാറ്. അതിനെക്കുറിച്ച് വേറെ പറയാനുണ്ട്. അതിലൊക്കെ സൂക്ഷ്മത പുലർത്തിയിട്ട് ഒരു അന്യ ആളുകളുമായിട്ട് കാണാൻ പോലും തയ്യാറാവാത്ത അത്രയും സൂക്ഷ്മതയിൽ ഈ സിനിമാ മേഖലയിലും അങ്ങനെ ഇല്ല. അപ്പൊ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിനോട് സ്നേഹമുള്ള പരിചയമുള്ള ആളുകൾ വരുമ്പോൾ അവിടെ ഔചിത്യബോധമില്ലാതെ ആരെങ്കിലും ഇതിൽ കമന്റ് ഇടും. ആ കമന്റുകളെ മാത്രം എടുത്തിട്ട് പോസ്റ്റർ ഇറക്കിയിട്ട് ഇസ്ലാമിനെ കരിവാരി തേക്കുക. അതിൽ ഞാൻ കണ്ട ഒരു കമന്റാണ്, സ്ത്രീകൾ പുരുഷന്മാരുടെ മയ്യത്ത് കാണാൻ പാടില്ല, മരണത്തിൽ പോലും അള്ളാഹുവിനെ അനുസരിക്കാത്തവർ. പിന്നെ മറ്റൊന്നിട്ടതാണ്, അതിൽ കുറേ സാധനങ്ങളുണ്ട്, ഞാൻ വായിച്ചു തരാം. ജീവിതകാലത്ത് കാണാൻ അനുവദനീയമായവർ മാത്രമേ മരണശേഷവും കാണാവൂ, അവിടെ നിയന്ത്രിക്കുന്നവർക്കാണ് അതിൻ്റെ ബാധ്യത. ഖുർആൻ പാരായണം പുണ്യം തന്നെ, സ്ത്രീകളുടെ ഇടയിൽ വേണ്ട, മാറി നിന്ന് ഓതുന്നതാണ് നല്ലത്. മറ്റൊരാൾ അന്യ സ്ത്രീകൾ കാണാൻ പാടില്ല. പിന്നെ സ്ത്രീകളും പുരുഷന്മാരും മയ്യത്ത് കാണാൻ പാടില്ല, മരണത്തിൽ പോലും അള്ളാഹുവിനെ അനുസരിക്കാത്തവർ.
ഖുർആൻ പാരായണം ചെയ്ത് മുഴുവൻ തെറ്റാണ്. മയ്യത്ത് അന്യ സ്ത്രീകൾ കാണുന്ന ഹറാമാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലത്ത് അയാളോട് ബന്ധമുള്ള ആളുകളൊക്കെ കാണാൻ വരും. അങ്ങനെ കാണാൻ വരുമ്പോൾ അവിടെ തടയുക എന്നതിനപ്പുറം അവിടെ ഒരു ഔചിത്യബോധമുണ്ട്. ഒരു ഫിഖ്ഹിന്റെ ഇസ്ലാമിന്റെ ഒരു നിയമം തന്നെയാണ് അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും കാണാൻ പാടില്ല. അതിൽ യാതൊരു സംശയങ്ങളും ഇല്ല. പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ആളുകൾ വരുമ്പോൾ അവിടെ തടയലല്ല, അവർ കണ്ടു. അള്ളാഹു റഹ്മാൻ അല്ലേ റഹീം അല്ലേ, ഫിഖ്ഹിൽ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ഇഷ്ടംപോലെ മതപണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതൊരു ഔചിത്യബോധമില്ലാതെ ആളുകൾ ഇടുന്ന ഒരു കമന്റിനെ മാത്രം എടുത്ത് ഉദ്ധരിച്ചിട്ട് ഇസ്ലാമിനെ ഒരു കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെ ബോധപൂർവമായ ശ്രമമാണ് സോഷ്യൽ മീഡിയ. ഇതിന്റെ അടിയിൽ നിന്നിട്ട് പരസ്പരം വഴക്കൂടാ. ഇങ്ങനെ നേരം പുലരാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു മതമാണ് ഇസ്ലാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു വലിയൊരു മതപണ്ഡിതൻ മരണപ്പെട്ടു വിചാരിച്ചോ, ആ ഒരു മതപണ്ഡിതന്റെ മയ്യത്ത് കാണാൻ കുടുംബക്കാരല്ലാത്ത സ്ത്രീകൾ വരില്ല. ഓരോരുത്തരുടെ മേഖലക്കനുസരിച്ചിട്ടാണ്. അവിടെ കുറെ ഉസ്താദുമാരും ബന്ധപ്പെട്ട ആളുകളെ വരിക. ആ ഉസ്താദുമാര് ഭാര്യമാര് എന്നാ ശരി ഉസ്താദിനൊന്ന് കണ്ടു കളയാന്ന് കരുതിയിട്ട് മയ്യത്ത് കാണാൻ വരില്ല. ഇദ്ദേഹം ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കാണാൻ ആ മേഖലയിലുള്ള ആളുകൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജാതി മത വ്യത്യാസം ഇല്ലാതെ വരും. അവർ കണ്ടു പോകട്ടെ. അള്ളാഹു ഒരാളുടെ ലൈഫിൽ അള്ളാഹു എന്താണോ അയാൾ ചെയ്തിട്ടുള്ളത് അതിനുള്ള പ്രതിഫലവും അതിനുള്ള ശിക്ഷയും കിട്ടും. അള്ളാഹു കാരുണ്യവാനാണ്. പക്ഷെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്ന ഒരു കമന്റിനെ പൊക്കിപ്പിടിച്ചിട്ട് ഈ ഒരു കുടുംബത്തിനെ താറടിക്കുക, നല്ല ഒരു കുടുംബസ്നേഹിയായ ഒരാളെ, അപ്പൊ ആ ഒരാളെ അള്ളാഹുവിനെ അനുസരിക്കാത്തവര് അങ്ങനെ ഒരു താറടിക്കുന്ന ഇതൊരു ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു അജണ്ടയാണ്. അവിടുത്തെ ഖുർആൻ പാരായണം തെറ്റിയാലും അള്ളാഹു അത് സ്വീകരിക്കില്ലേ? ഖുർആൻ നോക്കിയാൽ തന്നെ പുണ്യം കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ കാണുന്ന ആളുകളുടെ ഇത്തരം ചില ആളുകളുടെ മാത്രം വാക്കുകൾ എടുത്തിട്ട് അതൊക്കെ ഒരു പോസ്റ്ററാക്കി ഇറക്കിയിട്ട് പ്രചരിപ്പിച്ചിട്ട് ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുന്നിൽ അപഹസിക്കാൻ ഇട്ട് കൊടുക്കുന്നത്, ഇത് ബോധപൂർവ്വം ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തെയാണ് നമ്മൾ തുറന്നു കാട്ടുന്നത്. കാരണം ആ ഒരു കുടുംബം വിശ്വാസികളുടെ ഒരു കുടുംബം. അപ്പോൾ ഒരു ഭർത്താവൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇരിക്കാൻ മടിയുള്ള സമൂഹമാണ്. ഈ അടുത്ത് കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വ്യക്തി മരണപ്പെട്ട ഒരു മുസ്ലിം വ്യക്തിയാണ്. ആ വ്യക്തി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ, അതുവരെ വളരെ ഇസ്ലാമിസ്റ്റായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ഭാര്യ, 40 പോലും തികയുന്നതിന് മുൻപ് പബ്ലിക്കായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നു. വളരെ നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഒരു തരത്തിലും ഇദ്ദ എന്ന് പറയുന്ന ആ ഒരു മതപരമായ ആചാരത്തിന്റെ ബഹുമാനമോ അതിൻ്റെ ശീലങ്ങളൊന്നും സ്വീകരിക്കാതെ മറ്റാരൊക്കെയോ മറ്റൊരു മതത്തിലൊരാൾ മരണപ്പെട്ടതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല. ഇത് എനിക്ക് പരിചയമുള്ള ഒരു സിനിമാ മേഖലയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടതിന്റെ അനുഭവം ഞാൻ പറഞ്ഞു. ഞാൻ ആളുകളുടെ പേരെടുത്തൊന്നും പറഞ്ഞിട്ട് നമ്മൾ അവരെ ഒരു അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഒരാൾ അവരെ മോശമായിട്ട് കണക്കാക്കാൻ വേണ്ടിയൊന്നും കാരണക്കാരാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഇതിപ്പോ സിനിമ മാത്രമല്ല, ഏത് മേഖലയിൽ നിന്നാണെങ്കിലും ഇന്നത്തെ ഒരു പുതിയ തലമുറ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ എന്തോ ഒരു മോശമാണ്, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് കരുതുന്ന ഒരാളുകളാണ്. അതൊക്കെ മതപരമായിട്ട് 4 മാസവും 10 ദിവസവും ഒരു സ്ത്രീ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അങ്ങനെ കൊണ്ടേയിരിക്കാന്നൊന്നുമല്ല. ഫിഖ്ഹിൽ പറയുന്ന ഒരുപാട് ഇളവുകളുണ്ട്. വിറക് ശേഖരിക്കാൻ പോകുന്ന ആൾ, കാരണം വീട്ടാവശ്യത്തിന് വേണ്ടി പുറത്തു പോകാന്നർത്ഥം. അങ്ങനെയുള്ള അത് ഒരു വെള്ളം നിസ്കാരക്കുപ്പായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത ആളുകളെ, അതായത് സാധാരണ കാണാൻ പാടില്ലാത്ത ആളുകൾ അപ്പോഴും കാണാൻ പാടില്ല, ആഘോഷങ്ങൾ പാടില്ല. അപ്പോൾ അതിനോടൊരു ഒരു ഭക്തിയും ബഹുമാനക്കുള്ള കുടുംബമാണ് ഈ ഒരു നവാസിന്റെ കുടുംബം. അങ്ങനത്തെ ഒരു കുടുംബത്തിനെതിരെ ഒരു ഇസ്ലാമിക വിരുദ്ധമാക്കി മാറ്റുക എന്നുള്ള ഒരു മുസ്ലിംസിന്റെ ഒരു ഐഡിയ ആണ് സത്യത്തിൽ ഇത്തരം ഒരു പ്രചാരണം. അപ്പൊ ആ ഒരു പ്രചാരണം ഏറ്റുപിടിച്ചിട്ട് ഇതിനെ ചൊല്ലിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാം. ഒരാൾ മരണപ്പെട്ടാലും ആ ആളുമായിട്ട് ബന്ധമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ പോയി കാണേണ്ടത്, നമുക്ക് ദുആ ചെയ്യാലോ, ദുആ ചെയ്യാൻ ആളെ കാണേണ്ടതുമില്ല. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രീതി തന്നെ എന്താണ്, വേഗത്തിൽ കബറടക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ ആളുകൾ കാണുന്നതിൽ വലിയ പുണ്യൊന്നുമില്ല. നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ, അവർക്ക് വേണ്ടി നമ്മൾ വല്ല സ്വതക്ക കൊടുക്കുക, പ്രാർത്ഥിക്കുക, മരിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ കബറടക്കുക. ലോകത്തൊരു പക്ഷേ ഈ സ്ത്രീകളുമായുള്ള ഇടപഴകലുകൾ അല്ലെങ്കിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലർച്ച ഒരു മതപരമായിട്ട് വിലക്കേർപ്പെടുത്തിയ ഒരു സംശുദ്ധമായ മത ഇസ്ലാം. അതെന്തുകൊണ്ടാണെന്ന് ലോകത്തിനൊന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ സാന്ദ്ര തോമസ് എന്ന് പേരുള്ള ഒരു സിനിമ മേഖലയിൽ വരുന്നൊരു നിർമ്മാതാവ് എന്തൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് അവരൊരു മീറ്റിങ്ങിന് വരുമ്പോൾ പറന്നിട്ടാണ് വന്നിരുന്നത്. അവരങ്ങ് പറഞ്ഞെന്താണ്, തുറിച്ചുനോട്ടം ഒഴിവാക്കാൻ ഈ വേഷമാണ് നല്ലതെന്ന്. പിന്നെ അത് ഇസ്ലാമിന്റെ മേൽക്കാവുന്ന കണ്ടപ്പോൾ പറഞ്ഞു ഇത് ക്രിസ്ത്യാനികളുടെ വേഷമാണ്. ഇത് ക്രിസ്ത്യാനികളുടെ വേഷമൊന്നും അല്ല, ഇത് മുസ്ലിംസിന്റെ വേഷമാണ് പറഞ്ഞത്. അപ്പോൾ അവരന്നത് ആ ഒരു ക്രെഡിറ്റ് ഇസ്ലാമിൽ പോകണ്ടാച്ചിട്ട് പറഞ്ഞതാ. അപ്പോൾ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വല്ല ശ്രമമാണ്. ഏതായാലും ആ ഒരു നവാസിന്റെ ഒരുപാട് സംശുദ്ധിയുള്ള ഒരു ലൈഫായിരുന്നുള്ളതാണ് നവാസിന്റെ. ഒരുപാട് ഇന്റർവ്യൂസുകളും അദ്ദേഹവുമായി ഭാര്യയുമായി ബന്ധപ്പെടുന്ന പല ഇന്റർവ്യൂസ് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു കുടുംബത്തിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത്തരം ചില ഒരു അനൗചിത്യം ഉള്ള ഒരു വാക്കുകളിലൂടെ ഒരിക്കലും മതം പറഞ്ഞിട്ട് അവരെ അള്ളാഹുവിനെ അനുസരിക്കാത്തവരാണ്, ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്, എന്തിനാ നമ്മൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നടത്തണം, എന്തിനാ അതൊന്നും ആ സമയത്ത് മരണസമയത്ത് അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ പറയേണ്ടതില്ല. അള്ളാഹു കാരുണ്യവാനാണ്. അദ്ദേഹം ഒരു സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് വ്യത്യസ്ത ജാതി മത ആൺപെൺ വ്യത്യാസമില്ലാതെ ആളുകൾ വന്ന് കാണുന്നു പോകുന്നു.
നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ളൊരു വിശ്വാസം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മൾ നിരാശരാവേണ്ട എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മനുഷ്യൻക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതൊരു വലിയ വേദന തന്നെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.